ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഓഫീസിൽ പോയില്ല. എനിക്ക് വയ്യ, എൻ്റെ സൗണ്ട് കേട്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഓൾറെഡി ബാംഗ്ലൂർ നല്ല തണുപ്പാണ് കേട്ടോ, ഭയങ്കര തണുപ്പാണ്. തണുപ്പ് കാരണം 2-3 ദിവസമായിട്ട് നല്ല ക്ഷീണവും വയ്യായികൊക്കെ ഉണ്ട്. ഞാൻ ഒരാളെ കാണിച്ചു തരാം. ആളിപ്പോഴും കിടന്നുറങ്ങാണ്, എൻ്റെ കൂടെ കിടന്നതാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ലൈറ്റ് ഇട്ടാൽ ചിലപ്പോൾ ആൾ എണീക്കും. കണ്ട ലിയോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് പോടായിരുന്നു ചിലക്കാണ്ട്, ഇന്ന് ലൈറ്റ് ഓഫാക്കി പോടാ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂ ഇയർ പരിപാടി പ്ലാൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂ ഇയർ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഓൾറെഡി വയ്യ. ഇന്ന് ഞാൻ ലീവ് എടുത്തു. കാരണം എല്ലാം കൂടി നടക്കില്ല എന്നെക്കൊണ്ട്. വയ്യാണ്ടായി, പൊതുവേ നല്ല ജലദോഷമുണ്ട്, നല്ല കഫക്കെട്ടുണ്ട്. പക്ഷേ ന്യൂ ഇയറിന് പോയേ പറ്റുള്ളൂ. ഇന്നത്തെ മെയിൻ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയറിന് പോവുക. ന്യൂ ഇയറിൻ്റെ പരിപാടിയുണ്ട്. നമ്മുടെ മാന്യത ടെക് പാർക്കിൽ ഒരു പരിപാടി ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു 10-20 ആൾക്കാരുണ്ട്. അപ്പോൾ അതും പ്ലസ് ന്യൂ ഇയർ വൈബുകൾ. രാത്രി ബാംഗ്ലൂർ എങ്ങനെയുണ്ട് ന്യൂ ഇയറിൽ കാണാൻ, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. മൊത്തത്തിൽ എങ്ങനെയുണ്ട് പരിപാടികൾ എന്നൊക്കെ. വെൽക്കം ടു മൈ ചാനൽ. എനിക്കെങ്ങനെ പറയാണ്ടെന്ന് അറിയില്ല. ദിസ് ഇസ് ബൊയ്മിൻ ഫ്രം ബോഹലോകം. എന്താ പറയുക, സംസാരിക്കാൻ അറിയില്ല. ഇങ്ങനെ ആളുകളെ കാണുമ്പോൾ എനിക്ക് കോൺഷ്യസ് ആവും എന്താ ചെയ്യുക, എങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഇൻസ്റ്റഗ്രാം വ്ളോഗ് ചെയ്യണമെങ്കിൽ തന്നെ, ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ ഏകദേശം ആരും ഇല്ലാത്ത സമയം നോക്കി, അതല്ലെങ്കിൽ ആരും കാണുന്നില്ലല്ലോ നോക്കിയിട്ടൊക്കെ ആണ് ചെയ്യാറ്. അപ്പോൾ ആ പേടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇൻഷാ അല്ലാഹ് അത് മാറുന്നു വിചാരിക്കുന്നു. മാറ്റിയെടുക്കണം. ഏറ്റവും വലിയൊരു ചലഞ്ച് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഈ വണ്ടി കണ്ട, ഇത് എൻ്റെ ഒരു വണ്ടിയാണ്. ഈ കാണുന്ന വണ്ടി ഇതും എൻ്റെ വണ്ടിയാണ്. ഈ 2 വണ്ടിയും ഞാൻ ഇന്നലെ ഇവിടെ ആയിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഈ വീട്ടുകാർ എഴുതി വെച്ചാണ് നോ പാർക്കിംഗ് എന്ന്. ഇതൊക്കെ കണ്ട, ഇതൊക്കെ ഇവിടെയുള്ള ഈ വണ്ടി നീക്കി വെക്കുന്നവർ പൊട്ടിച്ച് കളയുന്നതാണ്. വണ്ടി ഞാൻ ഇന്നലെ പാർക്ക് ചെയ്ത് കൊടുത്തല്ല 2 വണ്ടിയും കിടക്കുന്നത്. ഇത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ്. ഞാൻ ആകെ പേടിച്ചു, എൻ്റെ മോനെ വണ്ടി പോയി എന്ന് വിചാരിച്ചു. ഓർക്ക് ഇഷ്ടമുള്ളടത്ത് കൊണ്ടുപോയിട്ടിരിക്കുന്നു. ഒന്ന് അവിടെയും ഒന്ന് ഇവിടെയും. ഇവിടുത്തെ ഏറ്റവും വലിയ സീനാണത്. തിരിച്ച് എൻ്റെ വണ്ടി എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ കൊടുത്തിട്ടിട്ടുണ്ട്. ഇനി വരുമ്പോൾ കാണാം ഇത് എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അതെ, നമ്മളെ ചെക്കൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡോറ് ഒരുപാട് ആളുകൾക്ക് അറിയുന്നുണ്ടാവും. ഇവിടെ നിന്നാണ് ഭയങ്കര ചീപ്പായിട്ട് നല്ല ഗുഡ് ക്വാളിറ്റിയിൽ നല്ല ബ്രാൻഡഡ് ഡ്രസ്സുകൾ കിട്ടും. അതുപോലെ അവനിട്ടിരിക്കുന്ന അഡിഡാസ് കണ്ടോ, അതൊക്കെ ഒറിജിനൽ അഡിഡാസിൻ്റെ ജാക്കറ്റാണ്. എൻ്റെ ഈ ഫുൾ കോസ്റ്റ്യൂമും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ നിന്ന് എടുത്താണ്. ഇതിനുള്ളിലുള്ള ഈ ടീഷർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പാൻറ്റ് കണ്ടോ. അപ്പോൾ നമ്മളിതാ നമ്മളെ ഇന്നത്തെ ഫുൾ സാധനം എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഡോറിന്ന്. പിന്നെ ഒരു ജേഴ്സിയും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പൊതുവെ ആളുകളുടെ ഇടയിൽ നിന്ന് വ്ലോഗ് ചെയ്യാൻ ഭയങ്കര മടിയുണ്ട്. പക്ഷേ ചുറ്റുള്ള ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, എന്താ സംഭവം, എന്താ കാണിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ട്. പക്ഷേ ഒന്നും മൈൻഡാക്കാണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോ, നമ്മൾ ഒരു പീസ് ഷവായും അതിൻ്റെ കൂടെ റുമാലും പിന്നെ ഈ സലാഡും ഒക്കെ കൂടെ കഴിച്ചിട്ട് നമുക്ക് 116 രൂപ ആയിട്ടുള്ളൂ. നാട്ടിലെ പോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ഫുഡ് കഴിക്കുന്ന സ്പോട്ട്, സ്വന്തം നമുക്കറിയുന്ന മുടി വെട്ടുന്ന സ്പോട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാം. ഇവിടെ കുറേ കൊല്ലമായില്ലേ, അതിൻ്റെ ആയിരിക്കും. അപ്പോൾ അതിനൊരു തീരുമാനമായി. നമ്മളെ എന്നും മുടി വെട്ടിത്തരുന്ന നസീബ് നാട്ടിൽ പോയി 1 മാസത്തിന്. ഇനിയിപ്പോൾ ഇതിങ്ങനെ 1 മാസം നിർത്തണം എന്നാണോ ഞാൻ ഉദ്ദേശിക്കുന്നത്. കുഴപ്പം, നമുക്കൊരാളെടുത്ത് കംഫർട്ട് സോണായിട്ട് ഒരാളെന്നെ വെട്ടിയാൽ ശരിയാവുള്ളൂ എന്ന് നമുക്ക് ഫിക്സായി കഴിഞ്ഞാൽ പിന്നെ ആര് വെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല. ഞാൻ നിങ്ങൾക്കൊരു ബാംഗ്ലൂർ തിങ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് റോഡുണ്ട്, നമ്മളെ മെയിൻ റോഡ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീട്ടിലെന്തോ ഫംഗ്ഷൻ നടക്കുക തോന്നുന്നു. അപ്പോൾ പൊതുവെ ഇത് കണ്ടോ, ഇത് പോർട്ടബിൾ പന്തലാണ് തോന്നുന്നു. അതായത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഒരു പറമ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തോ പന്തൽ ഉണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ ഇങ്ങനത്തെ വീടുകൾ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡ് ഏതാണോ ആ റോഡിൻ്റെ മുന്നിൽ അങ്ങോട്ട് പന്തലിടും. എന്നിട്ട് ആ റോഡ് അങ്ങോട്ട് ക്ലോസ് ചെയ്യും. എത്ര ദിവസമാണോ പരിപാടി അത്രയും ദിവസം ആ റോഡ് ക്ലോസ്.
നമ്മൾ അതിൽ പോകണോ ഇതിൽ കൂടെ പോകണോ ഒന്നും അവർ നോക്കില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ എത്ര സ്ഥലമുള്ളൂ. ഇവിടെ കോയമ്പത്തൂരൊക്കെ ഇങ്ങനെയാണ്. ഇവർക്ക് പരിപാടി നടത്താൻ വേറെ സ്ഥലമില്ല. അപ്പോൾ ആ റോഡ് ക്ലോസ് ചെയ്തിട്ട് ആ റോഡിൻ്റെ അവിടെ അങ്ങോട്ട് പരിപാടി നടത്തും. ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് ബ്ലോഗ് കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇതൊരു പുതിയ അറിവായിരിക്കും. നാട്ടിലുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ചാർജിങ് പോർട്ടുകൾ വന്നു തുടങ്ങി. നമുക്ക് ഈ കമ്പനിയുടെയാണ് തോന്നുന്നു. സ്കാൻ ചെയ്യണം, പിന്നെന്തോ സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ട് എത്ര മണിക്കൂറാണോ കുത്തിവെക്കുന്നത് അതിനനുസരിച്ച് പേയ്മെൻറ്റ് കൊടുക്കുന്ന പോലെ തോന്നുന്നു. ലൈവിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ റോട്ടിൽ ഇപ്പോൾ പുതുതായിട്ട് ഒരു ഫിക്സ് ചെയ്താണ്. മിക്കവാറും എനിക്കിന്ന് വെട്ടാൻ പറ്റും തോന്നുന്നില്ല. പരിപാടികൾക്ക് ചിലപ്പം വെട്ടാണ്ട് തന്നെ പോകേണ്ടി വരും തോന്നുന്നു കണ്ടിട്ട്. എന്തൊരവസ്ഥ നോക്കണേ. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇടും, അത് അവരവരുടെ ഇഷ്ടത്തിന് മാറ്റിയിടും. ഞാൻ ഗേറ്റ് ഓപ്പൺ ആക്കിയ വെൽക്കം ചെയ്യാൻ വന്നു. കണ്ട ഗേറ്റ് തുറന്നാലോ വാതിൽ തുറന്നു കഴിഞ്ഞാലോ വാതിലുമ്പോൾ സൗണ്ട് ഉണ്ടാക്കിയാലോ ഇയാൾ റെഡിയാണ് പോകാൻ വേണ്ടിയിട്ട്. മേലെ കണ്ട ചളിയാക്കിയിരിക്കുന്നത്. ഇവനെ ഒന്ന് പുറത്തോട്ട് ഇങ്ങോട്ട് ഇവിടെ ഒന്ന് കടത്താൻ വേണ്ടി വിട്ട് കഴിഞ്ഞാൽ അവിടെ കടന്ന് വാലായിട്ട് അടിച്ചടിച്ചടിച്ച് മേല് മൊത്തം ചളിയാക്കും. ഇവൻ കാണുന്ന പോലെ അല്ല. കണ്ട ഗേറ്റ് ആരോ തുറന്നിട്ട് ഓനോൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകുന്നു. ആഫ്റ്റർ യു ഗോയിങ് യു ജസ്റ്റ് ലോക്ക്ഡ്. ഓക്കെ, യാ, താങ്ക് യു. ഇഷ്ടംപോലെ ഫാൻസാട്ടാ. അതും പെൺപിള്ളേർ ഫാൻസാണ് കൂടുതൽ ആൾക്ക്. ചെക്കന്മാരൊന്നുമല്ല, പെൺപിള്ളേർ. ഇഷ്ടംപോലെ പെൺപിള്ളേർ ഫാൻസാണ് നമ്മുടെ ആൾക്ക്. എൻ്റേതായ അസൂയുണ്ട്, ഇല്ലയെന്നല്ല. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ എന്നും പറഞ്ഞിട്ട് കൊഞ്ചിക്കാനേ നേരമുള്ള ആളെ. കണ്ടോ, എങ്ങനെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കണ്ട നോക്കി, ഞാൻ പറഞ്ഞതിൽ കണ്ട പൂന്ന് കണ്ട. ഇതാണ് ഇവൻ്റെ സ്വഭാവം. ഇവൻ എന്ത് കെട്ടിയിട്ടിട്ട് എന്ത് കാര്യമുണ്ട്. കണ്ട വിളിച്ചു കഴിഞ്ഞാൽ ഉള്ളു മതി കഴിഞ്ഞ് ഇന്നത്തെ കഴിഞ്ഞ് കണ്ട സ്വഭാവം നോക്ക്, ദേഷ്യം നോക്ക്. കടന്ന് എന്തൊരു അഭിനയം നോക്കണേ. ഇതാണ് ഇവൻ്റെ സ്വഭാവം അല്ലേ. പാവാണ്, നമ്മുടെ ചെക്കനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇടയ്ക്ക് ഇവൻ്റെ സ്വഭാവം ഭയങ്കര മോശമാണ്. നമ്മളാൾ വീണ്ടും വിശ്രമത്തിലാണ് കേട്ടോ, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇവിടെ എൻ്റെ ക്രിസ്മസ് വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഗ്യാപ്പിൽ തന്നെ ഈസിലി അണ്ണൻ വന്നിട്ട് കിടന്നുറങ്ങുകയാണ്. ഓൾറെഡി നേരം വൈകി ആണ്. ഫുൾ ഔട്ട്ഫിറ്റ് സെറ്റല്ലേ. നമ്മുടെ ജേഴ്സി, ഒരു ജാക്കറ്റ്, പിന്നെ ഇതാണ് നമ്മൾ അച്ഛൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്ത പാൻറ്റ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പാൻറ്റും ഇതൊക്കെ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ പാർട്ടി സ്ഥലത്ത് കാണാം. ബൈ. അപ്പോൾ നമ്മൾ പോവാണ് മാന്യത ടെക് പാർക്കിൽ. എന്താ പരിപാടിയുടെ പേര്? നോവാലാൻഡിക്ക്. അപ്പോൾ ഓൾറെഡി ലേറ്റായി, ഏകദേശം 7:15 പോയോക്കട്ടെ. എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് കാണാല്ല. റെഡി അല്ലേ? അതിൻ്റെ മുഖം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ലൈവിൽ നിന്ന് അങ്ങനെ ഒരു ചായയും ഒരു കടിയും കഴിച്ചിട്ട് നോവാലാൻഡിലെ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുത്തു കൊടുക്കാത്തതിൽ തെറ്റി നിൽക്കുന്ന ദീപ്സ്. എന്ത് പറ്റി ദീപ്സ്? ആ കടയിലുള്ള 10-12 കടിപ്പ് ഇവിടെ ഇരുന്ന് തിന്ന്. ആ സുഖിയനൊക്കെ ആ പാത്രം നിറച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇതിലൊരു 4-5 ഓളായിരുന്നു തിന്നേ. എന്നിട്ട് വിശക്കണേന്ന്. നിങ്ങൾ രണ്ടാളും കൂടി വയറ് വാടക എടുത്ത് വന്നിക്കുക. അതാ ഇവളു ഇനി എത്ര സുഖിയം കഴിച്ച്? പിന്നെ എന്താ കഴിച്ചേ? പഴംപൊരി കഴിച്ചില്ലേ? ഇനി എത്ര സുഖിയം കഴിച്ച്? പഴംപൊരി കഴിച്ചില്ലേ? ഒരു 3-4 കടി ഇപ്പം കഴിക്കണം ഇവിടെ നിന്നിട്ട്. എന്നിട്ടും വിശക്കുണ്ട്. ഒരു കടി കഴിഞ്ഞ് വീണ്ടും ഒരു കട്ട്ലേറ്റ്. അതിൻ്റെ പുറമെ ഇത് ഓൾതല്ലേ അതിൻ്റെ പുറമെ ഒരു ഇലയപ്പരട്ടിയും. ഇന്ന് വയറ് വാടക എടുത്ത് ഇറങ്ങിയ അല്ല ക്യാബ് വന്നു. ആണോ? ഇല്ല ഞാൻ ഫ്രണ്ടിലിരിക്കാം, അതാകുമ്പോൾ എനിക്ക് വ്ളോഗ് ചെയ്യാലോ. സീറ്റ് ബെൽറ്റ് ഇടണോ? അങ്ങനെ ഞങ്ങൾ ക്യാബിൽ കയറിയിരിക്കുകയാണ്. എടാ ജൽദി പീച്ചെ ജാമാണെന്ന്. 9317 കണ്ടാ ഇലയുടെ. ഞാൻ പറഞ്ഞില്ല ഇലയുടെ ചോദിക്കുന്നു. അനച്ച എനിക്ക് വേണ്ടാണ്ട് ഒഴിവാക്കായിരുന്നില്ലേ? അതാ എന്നോട് ഞാൻ പിടിക്കാൻ പറഞ്ഞത്. ഉറപ്പാ ചോദിക്കുന്നുള്ളത്. ആഫിയത്തും ബർക്കത്തും നൽകട്ടെ. ബ്ലോക്ക് പിന്നെ സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ബ്ലോക്ക് നിർബന്ധമാണ്. ഇത് എത്ര വണ്ടി? ഹൈലക്സ് ഗൈസ്. ഇതെൻ്റെ ഭയങ്കര ആഗ്രഹമുള്ളൊരു വണ്ടിയാണ് ഈ സാധനം. ടൊയോട്ട ഹൈലക്സ്. ഏതാ ലുക്ക്. നല്ല കുട്ടികളും പോകുന്നുണ്ട്. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് അനുസരിച്ച് നാട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടാവുമോ? ഇഷ്ടംപോലെ ആൾക്കാർ എത്തിക്കണ്. ന്യൂ ഇയർ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് വരാറേ. ആരും പേടിക്കണ്ട, ആരും പോകരുത്. ഞങ്ങൾ പരിപാടി കഴിഞ്ഞിട്ട് വരുന്നതാണ്. കുറേ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്.
പരിപാടി അറ്റൻഡ് ആക്കാൻ വേണ്ടിയിട്ട് കോർമംഗലാണുള്ള പിള്ളേര്. ഈ വണ്ടി ഇങ്ങനെ ബാക്ക് വലിച്ച് അങ്ങനെ വിട്ടാ അങ്ങനെ പോണ വണ്ടിയല്ല. നീയല്ലേ വലിയ ചളിയുടെ മെയിൻ ആള്. നിന്റെ അവസ്ഥക്ക് അനുസരിച്ചുള്ള സാധനമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിന്റെ അവസ്ഥക്ക് അനുസരിച്ചുള്ള ചളിയല്ലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഭയ്യ അതിൻ്റെ ഇടയിലൊന്ന് ഡോറ് തുറന്നിട്ട് ഒന്ന് മുറുക്കാൻ തൊപ്പി. അപ്പോൾ എല്ലാവരും വിചാരിച്ചെടുത്ത് പുറത്തേക്ക് പോവാണ് അണ്ണന്ന്. അതെ, ന്യൂ ഇയർ പരിപാടി പോകാൻ ഒരു സാധനം നമ്മളെ കയ്യിലില്ല. അപ്പോൾ കുറച്ച് മുറുക്കാൻ പഠിക്കാന്നുള്ള പരിപാടിയാണ് അണ്ണൻ്റെ അടുത്ത് നിന്ന്. ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. भैया आपका नाम? निखिलेश दास. कहाँ पे? त्रिपुरा. ഓ, निखिलेश दास ആണ് നമ്മുടെ ഡ്രൈവർ. അണ്ണൻ ത്രിപുര. आपका गाड़ी है? हाँ. ഓ, നന്നായിട്ടില്ല അല്ലേ? ഒട്ടും നന്നായില്ല അല്ലേ? മോശമായി പോയി, ഭയങ്കര മോശമായി പോയി. ആ, എന്താ മോനെ, എന്താ പാടാ അവിടെ? ഒന്ന് നിന്ന് നോക്കുകയാണ് എത്രത്തോളം ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത്. ഇതാണ് ഓപ്പൺ എയർ പരിപാടി എന്ന് പറഞ്ഞത്. ഇവിടെയാണ് നടക്കുന്നു പോകുന്നൊരു പരിപാടി. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ആ കാണുന്നൊക്കെ ക്യൂവാ. ഓ മൈ ഗാഡ്, ഈ തിരക്ക് ഞാൻ വിചാരിച്ച അത്ര തിരക്കില്ല. എനിക്ക് തോന്നുന്നു ഇനി ഉള്ളിലോട്ട് എത്ര തിരക്കുണ്ടെന്ന് എനിക്ക് അറിയൂല. അതെ അതെ, പോകുന്തോറും അറിയാം നമുക്ക് ഇനി എത്ര തിരക്കുണ്ട് എന്നുള്ളത്. എത്ര തിരക്കുണ്ട് എന്നുള്ളത് ഇപ്പൊ അറിയൂല, പക്ഷെ ഉള്ളിൽ പോകുന്നതിനനുസരിച്ച് അറിയാം എത്ര തിരക്കുണ്ട് എന്നുള്ളത്. ടിക്കറ്റ് ഒന്നും നോക്കുന്നില്ല തോന്നുന്നു കേട്ടോ. ആകെ തിക്കും തിരക്കല്ലോ അവിടെ തന്നെ. നല്ല ക്രൗഡാട്ടോ. Now bring out that drums in this bitch, I'm hunting 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 this bitch, Give me your ID. Just take me. Just take it. Show me. If you don't tag me, I'll show you. I'll tag. if you don't, you will die. You just show me your ID. If you don't, you will die. I'll capture it and yeah. Please do follow. Don't follow. Okay. Fine. One day ಎಷ್ಟು ಏನು ಮಾಡಿದ್ರೆ ನೀವು ಒನ್ ಡೇ? ನಮ್ದು ಪಿಕಪ್ ಆ್ಯಂಡ್ ಡ್ರಾಪ್ ಇದೆ ಅಣ್ಣ ಕಂಪ್ನಿ. ಇದು ಪಾರ್ಟ್ ಟೈಮ್. ಇದು ಪಾರ್ಟ್ ಟೈಮು. ನಿಮ್ಮದು ಜಾಬ್ ಬೇರೆ ಇದೆ? ಅದೇ ಪಿಕಪ್ ಆ್ಯಂಡ್ ಡ್ರಾಪ್ ಇದೆ ಕಂಪನಿ ಪಿಕಪ್ ಆ್ಯಂಡ್ ಡ್ರಾಪು. ಓಕೆ. ಇದು ಒನ್ ಡೇ ನೈಟ್ ಎಷ್ಟು ಬರುತ್ತೆ? ಇದು ಡೇ ಇಲ್ಲ, ಮಾಡ್ದಂಗೆ ಅಷ್ಟೇ, ಪಾರ್ಟ್ ಟೈಮ್ಗೋಸ್ಕರ. ಆನಾಲು ಇದು ಐ ಮೀನ್ ಒನ್ ಡೇ ಮೀನ್ ഒരു 2000-3000 ಬರುತ್ತಾ? 2000 ಮೇಲೆ ಬರುತ್ತಾ? ಅದಕ್ಕೂ ಪೆಟ್ರೋಲ್ ಎಕ್ಸ್ಪೆನ್ಸ್ ಎಲ್ಲ ಕಮ್ಮಿ ಮಾಡಿದ್ರೆ ಎಷ್ಟು ಬರುತ್ತೆ? ಅದಕ್ಕೂ ಮಾಡಿದರೆ 3000 ಬರುತ್ತೆ. 3000 ನಿಮ್ಮ കയ്യിൽ കൊട്ടിದ್ದಾರೆ ಅವರು? ഐ മീൻ വിൽ ഗെറ്റ്. അപ്പം ഞാൻ മൂപ്പരുടെ സ്ക്രീനിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏകദേശം 1000, 1500, 600, 900 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുതിയ പുതിയ ട്രിപ്പുകളുടെ ഡീറ്റെയിൽസ് ഇട്ടാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂർ അല്ലെങ്കിൽ ഇതുപോലത്തെ സിറ്റികളിൽ നിങ്ങൾ വർക്കിംഗ് പേഴ്സൺസ്
അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയുന്ന നിങ്ങൾക്ക് ഇതുപോലെ ലൈസൻസ് ഉണ്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ്. ഇവിടെ വണ്ടികൾ നമുക്ക് റെൻറ്റിന് കിട്ടും. ഐ മീൻ ഇങ്ങനെ ഊബർ ഓടിക്കാനുള്ള വണ്ടികൾ തന്നെ അവരുടെ ചില കമ്പനികൾ നമുക്ക് ഫ്രീ ആയിട്ട് തരും. പക്ഷേ അതിനൊരു ചാർജ് ചെയ്യും. അപ്പോൾ മൂപ്പരോട് പറഞ്ഞപ്പോൾ മൂപ്പര് സംസാരിച്ച് പറഞ്ഞു മൂപ്പര് ഓൾറെഡി രാവിലെ വർക്ക് ചെയ്യുന്നത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊബർ ഓടിക്കുന്ന പറഞ്ഞു. അപ്പോൾ ഈ ഊബർ ഓടിക്കുന്നതിൽ അവർക്ക് ഏകദേശം ഒരു ദിവസം കയ്യിൽ എല്ലാ പെട്രോൾ എക്സ്പെൻസും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നൈറ്റ് ഓടിച്ച് കഴിഞ്ഞാൽ ഒരു 3000 4000 ചിലപ്പോൾ 5000 ഒക്കെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിപാടിയില്ല, എന്തെങ്കിലും ഒരു പരിപാടി ഡ്രൈവിംഗ് അറിയുന്നവർക്ക് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ പറ്റിയ ഒരുപാട് സിറ്റികളുണ്ട് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ പോലത്തെ സിറ്റികൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് അങ്ങനെ വലിയ വലിയ സിറ്റികളിൽ ഊബർ, അതുപോലെ തന്നെ ഓല, റാപ്പിഡോ, അതുപോലെ ബാംഗ്ലൂരിലെ നമ്മ യാത്ര, അങ്ങനെ ഇങ്ങനത്തെ കുറേ ആപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം സാധാരണ ഒരു മനുഷ്യൻ ഏൺ ചെയ്യുന്ന പോലെ ഒരു 40,000 50,000 60,000 രൂപ വരെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ രാവിലത്തേനേക്കാളും കുറച്ചും കൂടി ഈസിയാണ് രാത്രി ഓടിക്കുന്നത്. അതുപോലെ വീക്കെൻഡ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ പൊതുവെ വീക്കെൻഡ്സുകളൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. വീക്കെൻഡ്സുകളിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഒരുപാട് പരിപാടികളാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരാനൊക്കെ ഊബറും ഇതൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു പരിപാടി കൂടെയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഊബർ, ഓല, ടാക്സി പരിപാടികൾ. സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവും. അതുപോലെ അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ റെൻറ്റിന് ഇഷ്ടംപോലെ കിട്ടാണ്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഏൺ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാം. നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഈ ന്യൂ ഇയറിന് ഇതാണിപ്പോൾ എനിക്ക് മനസ്സിലായത്. നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എവിടെയും ഏൺ ചെയ്യാനുള്ള വഴികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. അതുപോലെ ന്യൂ ഇയർ പരിപാടിയൊക്കെ കഴിഞ്ഞു. എനിക്കത്ര വലിയ ഇഷ്ടമായില്ല പരിപാടി, എന്നാലും ന്യൂ ഇയർ അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് എൻജോയ് ചെയ്തു. പിന്നെ എൻ്റെ കാല് ഓൾറെഡി ലിഗമെൻ്റ് ഫ്രാക്ചർ കാരണം എനിക്കങ്ങനെ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല പരിപാടി. ഞാൻ കുറച്ച് മാറിയിരുന്നു, എന്നാലും നല്ലതായിരുന്നു. അപ്പോൾ നല്ലൊരു വർഷമാവട്ടെ എനിക്കും നിങ്ങൾക്കും. അതുപോലെ ഒരുപാട് വിഷൻ ബോർഡുകളൊക്കെ സെറ്റ് ചെയ്ത് വലിയ കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് അതിനുവേണ്ടി പണിയെടുത്തിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, എല്ലാം നടക്കട്ടെ. നിങ്ങൾക്കും എല്ലാം നടക്കട്ടെ. നിങ്ങൾക്ക് നല്ലൊരു വർഷമാവട്ടെ. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ പുതിയതായിട്ട്. വിഷമിക്കുന്നവർക്ക് സന്തോഷമുള്ളൊരു വർഷമാവട്ടെ. അതുപോലെ ഒന്നുമില്ലാത്തവർക്ക് എല്ലാം കിട്ടുന്ന ഒരു വർഷമാവട്ടെ. കിട്ടിയവർക്ക് കൂടുതൽ കൂടുതൽ കിട്ടാനുള്ളൊരു വർഷമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വ്ളോഗ്, അധികമൊന്നുമില്ല ഈ വ്ളോഗിൽ, എന്നാലും നല്ലൊരു ന്യൂ ഇയർ പ്രമാണിച്ചുള്ള ഒരു വ്ളോഗായിക്കൊണ്ട് ഞാനിവിടെ നിർത്തണം. എനിക്ക് ഈ ഇൻട്രോ അതുപോലെ തന്നെ ഔട്ട്രോ അതൊന്നും പറയാനറിയില്ല. എനിക്ക് ആകെ അറിയുന്നത് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മുന്നോട്ട് ഇനി നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിസ് ഇസ് ബൊഹിമിൻ ഫ്രം ബോഹലോകം. ഫുൾ ടീമോടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. പിള്ളേരെല്ലാം അവിടെ ഉണ്ട്. അവിടെയൊക്കെ പോലീസുണ്ട്. പന്നി പെരേക്ക് പൊക്കോ, അടിച്ചോടിക്കല്ലാത്തിന് ഫുൾ ടീമുണ്ട് കേട്ടോ. ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ എവരിബഡി.